സ്വന്തമായിട്ട് കുളിക്കാൻ കഴിയുന്നില്ല, ബാത്റൂം പോകാൻ കഴിയുന്നില്ല, എന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയില്ലല്ലോ. എൻ്റെ പേര് സ്മിത, ഹസ്ബൻഡ്, മോന്, ഇതാണ് ഞങ്ങളെ കുടുംബം. പിന്നെ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഞങ്ങളുടെ നാട് വരുന്നത് മലപ്പുറത്താണ്. പിന്നെ ഞാൻ ഫാർമസിസ്റ്റാണ്. ഇപ്പം സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് 8 മണിക്ക് ഞാൻ മഞ്ചേരി എത്തേണ്ടതുണ്ടായിരുന്നു. അപ്പം നേരത്തെ എഴുന്നേറ്റ് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു 4 മണിയാവും. പിന്നെ എനിക്കൊരു റെസ്റ്റ് ഇല്ല, എനിക്കിഷ്ടമല്ല. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് വന്ന് പകൽ സമയമായാലും ഒന്ന് കിടന്നുറങ്ങുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആ ഒരു സൺഡേ ആയാലും റെസ്റ്റ് എന്ന് പറയുന്ന സാധനം എടുക്കാറില്ല. വലിയ പെയിൻറ്ററൊന്നും അല്ലെങ്കിലും എൻ്റെതായ ഇഷ്ടത്തിന് എൻ്റെ വീട്ടിലേക്കുള്ള ക്രാഫ്റ്റ് വർക്കുകൾ, ടെക്സ്റ്റൈഡ് പെയിൻറ്റ്, പോട്ട് പെയിൻറ്റിങ്, പിന്നെ സ്റ്റിച്ചിങ്, എൻ്റെതായ ഡ്രസ്സുകൾ, പിന്നെ വായിക്കുമെന്ന് പറയാൻ ടൈം കിട്ടാറില്ല. ഉള്ള സമയത്ത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്കൊരു ടൈം കിട്ടാറില്ല. ഞങ്ങൾ സ്കൂട്ടറിലായിരുന്നു, അനിയനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ കാക്കഞ്ചേരി കയറ്റത്തിലേക്ക് എത്തിയപ്പോഴും ഒരാൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ യൂ ടേൺ എടുത്തു. നേരെ വന്നിടിച്ചത് എൻ്റെ കാലിന്. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എൻ്റെ കാലിനിടിച്ചിട്ട് പൊട്ടി. അതിൽ ഞങ്ങൾ ചരിഞ്ഞു വീണു. അതിൽ ബാക്കിലിരിക്കുന്ന എൻ്റെ മടിയിലേക്ക് അവൻ വീണു. പക്ഷെ എനിക്കപ്പം എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ നോക്കുമ്പോഴെൻ്റെ പാൻറ്റിൽ ഒരു ബ്ലഡിൻ്റെ സ്പോട്ട്. വേറെ ഒന്നും എനിക്ക് തോന്നില്ല. അതിൽ പിന്നെ ഹോസ്പിറ്റലിലെത്തി. അവരെനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നു. പിന്നെ സർജറി കഴിഞ്ഞ് ഒരു 5 ഡേയ്സ് അഡ്മിറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയപ്പം ബിറ്റാഡിന് അലർജിയായി. വൈകുന്നേരം ആകുമ്പോഴേക്കും പനി വരാൻ തുടങ്ങി. പനി വന്നതിൽ ആകെ ടെൻഷനായി. അപ്പം മഞ്ചേരിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇങ്ങോട്ട് പോരും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. മുന്നേ സർജറി ചെയ്തതിൽ 4 സ്ക്രൂ ഇട്ടിരുന്നു. അതിലപ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് ഓരോ സ്ക്രൂ റിമൂവ് ചെയ്യാം, എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സ്ക്രൂ റിമൂവ് ചെയ്തു. 2 സ്ക്രൂ വെച്ച് നിപ്പായി. പിന്നെ ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് തനിയെ മുട്ടിനടുത്തൊരു ഹോള് വന്നു. അത് കഴിഞ്ഞ് അത് മുകളിലും വരാൻ തുടങ്ങി. അങ്ങനെ ആ ഹോളിൽ കൂടെ പഴുപ്പ് വന്ന് ഡിസ്ചാർജ് വന്ന്. അപ്പം ഡെയിലി രാവിലെ ആയാൽ മുറിവ് ക്ലീൻ ചെയ്യുക, പഴുപ്പ് വരുന്നത് ക്ലീൻ ചെയ്യുക. അങ്ങനെ ഇത് ടാബ്ലറ്റ് കഴിച്ചിട്ടൊന്നും ഒരു കുറവും വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെയും ചെല്ലുമ്പോഴേ ഇതേ അവസ്ഥ തന്നെ. 3-4 ദിവസം കഴിയുമ്പം വീണ്ടും ഇത് ഡിസ്ചാർജ് വരും. അങ്ങനെ ആകെ ടെൻഷനായി. രാവിലെ ഒട്ടും റെസ്റ്റ് എടുക്കാത്ത ഞാൻ ബെഡിൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇരിക്കാനും പിന്നെ തോന്നാതായി. എഴുന്നേറ്റ് ഇരിക്കാൻ പോലും റെഡിയാവും, ഇരിക്കും. പക്ഷേ ഞാൻ ഈ കിടക്കുന്നത് കാണുമ്പം മറ്റുള്ളവർക്ക് വിഷമം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ എഴുന്നേറ്റ് നടക്കും. പിന്നെ വോക്കർ കിട്ടിയപ്പം പിന്നെ ഒരു കാലിങ്ങനെ ചാടിച്ച് വോക്കറിൽ വെച്ച് പോകും. എനിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഫോണ് വെക്കാൻ, ചീപ്പ് വെക്കാൻ, ഞങ്ങളൊക്കെ വോക്കറിൽ പൗച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് സ്വന്തമായിട്ട് തുന്നിയുണ്ടാക്കി. അതിൽ എൻ്റെ വോക്കർ കാണുമ്പോഴറിയാം. അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു കോയമ്പത്തൂർ നല്ല ഹോസ്പിറ്റലുണ്ട്. പക്ഷെ അവിടെ കോയമ്പത്തൂർ ചെന്നപ്പം ഞാനിങ്ങനെ കാണുന്നത് ഓരോ ബെഡിലും കാല് പൊക്കി വെച്ചവരുണ്ട്, പിന്നെ കമ്പിച്ചൂരുകളുടെ ഉള്ളിൽ കാലിട്ട് വെച്ചവരുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴും ഞാൻ ആകെ ഡള്ളായി. അതുവരെയുള്ള പ്രതീക്ഷകളൊക്കെ അടിയെന്ന് പറഞ്ഞ് തകർന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പോകുന്ന വഴിക്ക് ആക്സിഡൻ കണ്ടപ്പം ഞങ്ങൾ സംസാരിച്ചു. ഹസ്ബൻഡ് ഞാനിവിടെ പറഞ്ഞു, നമുക്കൊന്നും ഇവിടെ കയറി നോക്കാം, ഒരു ദിവസം സാർ വന്ന് കാണാന്നുള്ളത്. അങ്ങനെ ഒരു സൺഡേ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്. കാരണം ഞാനിങ്ങനെ നടക്കാൻ കാരണം ആക്സിഡൻ ഓർത്തമാണ്. ട്യൂസ്ഡേ സാറിനെ കണ്ടു. സാറിനെ കണ്ടപ്പോഴെന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പം പറഞ്ഞു സർജറി ചെയ്യണം. സർജറി ഏകദേശം അതുപോലെ തന്നെ സാറും പറഞ്ഞു. അസിൽ സാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം, ഇത് കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാം. അതിൽ സർജറി കഴിഞ്ഞു. അപ്പം പിന്നെ ഡ്രസ്സിങ് 8 പിന്നാണ് എൻ്റെ കാലിൽ, തുട മുതൽ മുട്ട് വരെ 8 പിന്ന് വെച്ചതില്ല. അത് കണ്ടപ്പോഴും മറ്റേ സാറിനോട് ഞാൻ ഇത് പറഞ്ഞു, എനിക്ക് ആ
ചുറ്റിക്കെട്ടുന്ന ആ കമ്പിള്ള സാധനമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ആ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. അത് മാത്രം എനിക്ക് ഇട്ട് തരരുത്, എനിക്കൊന്ന് ചരിഞ്ഞു കിടക്കെങ്കിലും വേണമെന്ന്. അതൊന്നും നിനക്ക് വെക്കൂല, നിനക്ക് സാധനം ഞങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സിങ് ചെയ്യുന്നതും ഒക്കെ എൻ്റെതായ രീതിയിൽ. പക്ഷെ അതിനിടയിലും ആ ഡ്രസ്സിങ് ചെയ്യുമ്പോഴും ഇതൊക്കെ എനിക്ക് വേദന ഇല്ലാതെ ഞാൻ അവർ വെച്ചാൽ ആസ്ട്രൻ ഓർത്തോയിലെ സ്റ്റാഫെന്ന് എനിക്ക് പറയാൻ തോന്നില്ല. കാരണം എൻ്റെ ഒരു കുടുംബ വീട്ടിൽ പോകുന്ന പോലെയാണ് എനിക്ക് ആസ്ട്രനിൽ പോകുമ്പോൾ. കാരണം ഇപ്പോഴും അതുവഴി പോകുമ്പോൾ എനിക്ക് കയറിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഞാൻ വയ്യാതെ കിടന്നിരുന്ന സമയത്ത് ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കാണുമായിരുന്നു എല്ലാവരും ബസ് കയറുന്ന, അതിൽ ഞാനിങ്ങനെ ഒറ്റക്കാലം വെച്ച് ഞാൻ എങ്ങനെ കയറും എന്നൊക്കെ ഉള്ളത് ആലോചിച്ച് ഞാൻ ആകെ പിടുത്തം വിട്ട് നിന്നിടത്തുനിന്നാണ് ഞാനിപ്പം കൂളായിട്ട് ബൈക്കിൽ കയറും, കാറിൽ കയറും, ഡ്രൈവ് ചെയ്യും. അങ്ങനെ കാരണം ആസ്ട്രൻ ഓർത്തോ എനിക്ക് മറക്കാൻ കഴിയില്ല. മറക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ അവസാനം വരെ ആസ്ട്രൻ ഓർത്തോ, അതേപോലെ തന്നെ ഫാമിലിക്കും. സ്മിത നമ്മൾ ആസ്ട്രൻ ഓർത്തോക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം സമ്മാനിച്ച ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ഒരു വലിയ അപകടം സംഭവിച്ച് എവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ അതിൽ അണുബാധ കടന്നുകൂടി. അപ്പോൾ എൻ്റെ അടുത്ത് ഒ പിയിൽ വരുന്നത് ഒരു വളരെ ഡിപ്രസ്ഡായി ഇനി അങ്ങോട്ട് മുന്നോട്ട് എന്ത് എന്നൊരു ചോദ്യചിഹ്നമായിട്ടാണ്. അതായത് തൊടയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഴുപ്പ് ഒലിച്ചിറങ്ങുന്ന ഒരവസ്ഥ, കോൺസ്റ്റൻറ്റ് പെയിൻ, നടക്കാൻ പറ്റില്ല, പ്രതീക്ഷയും ഓൾമോസ്റ്റ് ഒരു ഇല്ലാത്ത പോലെ. നമ്മൾ 2 സ്റ്റേജായിട്ട് സർജറി ചെയ്യാൻ തീരുമാനിച്ചു. സർജറിയിൽ ഇംപ്ലാന്റ് നന്നായിട്ട് റിമൂവ് ചെയ്തു. മജ്ജയ്ക്കുള്ളിലൂടെ എല്ലാം ട്യൂബ് ഇറക്കി ഇൻട്രാമെഡുലറി വാഷും ഡിബ്രൈഡ്മെൻറ്റും ഒരു ചടങ്ങ് തന്നെ ആയിരുന്നു. വളരെ നീണ്ട സർജറി ആയിരുന്നു. ഉള്ളിലൊന്നും ഇംപ്ലാന്റ് വെക്കാതെ നമ്മൾ പുറത്തുകൂടെ ലിംബ് റീകൺസ്ട്രക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം വെച്ച് ഫ്രാക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ഒരു ലോങ് പ്രോസസ് ലൈക്ക് എവറി മൈന്യൂട്ട് ബിറ്റ് വാസ് ടേക്കൺ കെയർ ഓഫ്. ലക്കിലി എല്ലാം നമ്മൾ വിചാരിച്ച പോലെ വന്നു. 6 മാസത്തിനുള്ളിൽ ഓടി നടക്കാൻ പ്രാപ്തയായ സ്മിതയാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബർത്ത്ഡേക്ക് അവരുടെ സന്തോഷം കാണിക്കാൻ വേണ്ടി എൻ്റെ ഒരു നല്ല കാരിക്കേച്ചർ അവർ വരച്ച് കൊണ്ടുവന്നിട്ടാണ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തത്. സ്മിതയുടെ സ്റ്റോറി എല്ലാവർക്കും ഒരു ഇൻസൈറ്റാണ് ദാറ്റ് നമ്മൾ നന്നായി കെയർ ചെയ്യാൻ തീരുമാനിച്ച ഒരു പേഷ്യൻറ്റിനെ എടുത്ത് മൾട്ടി ഫേസറ്റ് അപ്രോച്ചിലൂടെ അതിനെ കൺട്രോൾ ചെയ്താൽ ഏത് ബാഡ് ഇൻഫെക്ഷനും നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാം. വളരെ സന്തോഷം സ്മിതയുടെ ഈ റിസൾട്ട് കാണുന്നതിൽ. അറിഞ്ഞു വരുന്ന പ്രായത്തിൽ എനിക്ക് ഒരു വിശ്വാസം മാറ്റമില്ലാതെ കുറേ കാലം കാണിച്ചല്ലോ, ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ആസ്ട്രനിലെത്തിയപ്പോൾ ഞാൻ ആദ്യം അതാ പ്രതീക്ഷിച്ചത്, നമുക്ക് കാലം മുറിച്ച് മാറ്റേണ്ടി വരുന്നുള്ള സാധനം എനിക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഞാൻ ആ പ്രായത്തിൽ ഭയങ്കര സംഘർഷമായിരുന്നു ഉള്ളിൽ. അങ്ങനെ സർജറി കഴിയുന്നു. ഈ ഒരു മാറ്റം ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. വാക്കറിലും പുറത്ത് വലിയ കമ്പിയൊക്കെ ഇട്ട് നമ്മൾ കുറേ ഇഞ്ചക്ഷനും പിന്നെ റൂമിൽ ഫ്യൂമിഗേറ്റൊക്കെ ചെയ്ത് ഭയങ്കര വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റിക്കവറി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഒരു വിശ്വാസം എന്നുള്ള സാധനം വരുന്നത്. അമ്മ കുറേ ബെറ്ററായി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഒരു വിശ്വാസം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഒന്ന് ആസ്റ്റനും പിന്നെ ഹാസൽ സാറാണ്.